അപ്പോൾ ബിസിനസ് എന്താണെന്ന് നമ്മൾ പഠിച്ചു. ഇനി സൈക്കോളജി എന്താണെന്ന് പഠിക്കണം. സൈക്കോളജി എന്ന് പറയുമ്പോൾ ഏറ്റവും ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ളൊരു സാധനമാണ് സൈക്കോളജി. എല്ലാവരും വിചാരിക്കുന്നത് സൈക്കോളജിസ്റ്റ് അതുപോലെ സൈക്കോളജി കോഴ്സ് കഴിഞ്ഞിറങ്ങുന്ന അവർ മാത്രമാണ് സൈക്കോളജി യൂസ് ചെയ്യുന്നത് എന്നാണ്. ഹോണടി, നമ്മളിപ്പോൾ വീട്ടിൽ നിന്ന് ഇറങ്ങിക്കഴിഞ്ഞാൽ ഒരു കാറ് നമ്മളെ ബാക്കിൽ നിന്ന് ഹോൺ അടിക്കുന്നുണ്ടെങ്കിൽ ഈവൻ അതിൽ പോലും സൈക്കോളജി ഉണ്ട്. ഉദാഹരണത്തിന് ഞാൻ പറയുന്നത്, ബാക്കിൽ നിന്ന് ഒരാളിപ്പോൾ പി പി ജസ്റ്റ് 2 ഹോൺ അടിച്ച് പി പി ഇങ്ങനെ അടിച്ചു, നമുക്ക് എന്താ അതിൽ മനസ്സിലാക്കാം? ബ്രോ ഒന്ന് മാറോ, ബാക്കിൽ ആളുണ്ടേ എന്നുള്ളതാണ് അതിൻ്റെ അർത്ഥം. ശരിയല്ലേ? പി പി എന്ന് ജസ്റ്റ് 2 ഹോൺ മാത്രം അടിച്ച് നിർത്തുകയാണെങ്കിൽ അങ്ങനെ. അത് കഴിഞ്ഞ് വേറെ ആള് ബാക്കിൽ നിന്ന് പി 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 ഇങ്ങനെ ഹോൺ അടിക്കാന്ന് വിചാരിക്കുക. അതിൻ്റെ അർത്ഥം എന്താണ്? എടാ മാറ്, മുന്നൊന്ന് മാറ്, ബാക്കിൽ ആളുണ്ട്, ഒന്ന് മാറിത്താ, അത്രേ അതിൻ്റെ അർത്ഥമുള്ളൂ. നേരെ കുറച്ച് പേന്ന് അടിച്ച് പിടിക്കുകയാണ്, ഹോൺ ഒരാൾ അടിച്ച് പിടിക്കുക നമ്മുടെ ബാക്കിൽ നിന്ന്. അതിൻ്റെ അർത്ഥം എന്താണ്? എടുത്ത് മാറ്റണോ വണ്ടി, ബാക്കിൽ ആളുണ്ട്, അർത്ഥമല്ല അത്. നേരെ കുറച്ച് അങ്ങനെ വരുന്ന ഒരു വണ്ടി അടിച്ച് പി 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 ഇങ്ങനെ അടിച്ച് വരികയാണ്. അതിൻ്റെ അർത്ഥം എന്താണ്? മാറ് അർജന്റായിട്ട് വരികയാണ്, പോകണം എന്നുള്ള സാധനം. ഇങ്ങനെയൊക്കെ ഓരോ ഹോണിന് പോലും അർത്ഥമുണ്ട് എന്നുണ്ടെങ്കിൽ നമ്മളുടെ ഒരു നോട്ടത്തിന് പോലും, നമ്മൾ സംസാരിക്കുന്ന ഓരോ വേർഡിന് പോലും, നമ്മൾ ഇട്ടിരിക്കുന്ന ഡ്രസ്സിന് പോലും, നമ്മൾ നിൽക്കുന്ന ഒരു സ്ഥലത്തിന് പോലും, നമ്മുടെ ബാക്ക്ഗ്രൗണ്ടിന് പോലും, ഞാൻ പെന്ന് പിടിച്ചിരിക്കുന്ന സ്റ്റൈലിന് പോലും, ഞാൻ കൈവച്ചിരിക്കുന്ന സ്റ്റൈലിന് പോലും, ഞാൻ നിൽക്കുന്നതിനും, എൻ്റെ കണ്ണടക്കം എല്ലാത്തിലും സൈക്കോളജി ഉണ്ട്. ഈ ഹോണടിക്കുന്ന നമ്മൾ ആരെങ്കിലും പഠിപ്പിച്ചാണോ? ഹോണടിക്കുക എന്നുള്ളത് നമ്മൾ ആരെയും പഠിപ്പിച്ചാണ്? ഇങ്ങനെ ഹോണടിച്ച് കഴിഞ്ഞാൽ അങ്ങനെ നമ്മൾ എന്തെങ്കിലും കോഴ്സിന് പോയതാണോ? അല്ല, നമ്മൾ എക്സ്പീരിയൻസിലൂടെ പഠിച്ചതാണ്. നമ്മുടെ ജീവിതത്തിൽ ഉണ്ടായ, നമ്മുടെ ബാക്കിൽ നിന്ന് അങ്ങനത്തെ സമയങ്ങളിലാണ് അടിക്കാറ്. ഇതൊന്നും ആരും പഠിപ്പിച്ചു തന്നിട്ടില്ലേ പോലും നമ്മുടെ ഉള്ളിൽ ആ സാധനം ഉണ്ട്, അതിനു വേണ്ടിയിട്ടാണ് അവർ ചെയ്യുന്നത് എന്നുള്ള സാധനം നമ്മുടെ ഉള്ളിൽ കയറിയിട്ടുണ്ട്. അതുപോലെ എക്സ്പീരിയൻസിലൂടെ ബിസിനസ്സിൽ കയറിയിട്ടുള്ള സൈക്കോളജിയാണ് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞിരുന്നത്. കുറേ വർഷത്തെ എക്സ്പീരിയൻസ് ഒന്നും വേണമെന്നില്ല. ബിസിനസ്സിൽ നമ്മൾ എത്രത്തോളം ആഴത്തിൽ ഇറങ്ങുന്നു, എത്രത്തോളം ചിന്തിക്കുന്നു, എത്രത്തോളം പഠിക്കുന്നു, ശ്രമിക്കുന്നു എന്നതിനെ അടിസ്ഥാനമാക്കിയിട്ടായിരിക്കും നമ്മൾ ബിസിനസ്സിന്റെ സൈക്കോളജി പഠിക്കുന്നത്. അപ്പൊ നമ്മൾ വെറുതെ പോയിട്ട് എനിക്ക് പോകണം, എനിക്കിപ്പോൾ മുമ്പിലത്തെ വണ്ടിയൊക്കെ മാറ്റി തരണം, എനിക്ക് ആംബുലൻസ് പോലെ ഒരു ആവശ്യത്തിന് നമ്മൾ വണ്ടിയിൽ ഒരു രോഗിയെ കൊണ്ട് പോകണം, ഞാൻ ജസ്റ്റ് ബാക്ക് പോയിട്ട് പി എന്നൊന്ന് ഹോൺ അടിച്ച് കഴിഞ്ഞാൽ അവരാരെങ്കിലും മാറുമോ? ഇല്ല. ഞാൻ പി 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 എന്ന് കണ്ടിന്യൂസ് ലോൺ അടിക്കുക അല്ലെങ്കിൽ അടിച്ച് പിടിക്കുക അങ്ങനെ എന്തെങ്കിലും ചെയ്ത് കഴിഞ്ഞാൽ എൻ്റെ ആവശ്യം അവിടെ അവർക്ക് മനസ്സിലായിട്ട് അത് നിറവേറുകയുള്ളൂ, എൻ്റെ കമ്മ്യൂണിക്കേഷൻ അവിടെ കൃത്യമായിട്ട് നടക്കുകയുള്ളൂ. അപ്പം ഞാനിവിടെ എന്താ ചെയ്യേണ്ടത്? ബിസിനസ്സിൽ ചെയ്യുന്ന സമയത്ത് നമ്മൾ അവരെ അപ്രോച്ച് ചെയ്യണമെന്നുണ്ടെങ്കിൽ പോയിട്ട് പി എന്നുള്ള ഹോൺ അടിച്ച് അവർ അപ്രോച്ച് ചെയ്യില്ല. അതാണ് നിങ്ങളിപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. വളരെ ചുരുക്കം ആൾക്കാർ, ചിലപ്പോൾ ആരെങ്കിലും ഒന്ന് മാറി തരുമായിരിക്കും. ഇങ്ങനെ ഹോൺ അടിച്ച് കഴിഞ്ഞാൽ ചിലപ്പോൾ തലയിട്ട് നോക്കിയിട്ട് ഒരു രോഗി അതിൽ കിടക്കുന്നൊക്കെ കണ്ടു കഴിഞ്ഞാൽ ചിലപ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടും മാറി തരുമായിരിക്കും. അങ്ങനെ മാറി തരികയല്ലല്ലോ നമുക്ക് വേണ്ടത്. കൃത്യമായിട്ട് എല്ലാവരും ഹോണടി കേൾക്കുമ്പോൾ തന്നെ മാറി തരണ്ടേ? അതുപോലെ നമ്മളൊരു പരസ്യമോ കാര്യം എന്തെങ്കിലും കാണുന്ന സമയത്ത് അല്ലെങ്കിൽ നമ്മൾ പ്രൊഡക്റ്റ് പരിചയപ്പെടുത്തുന്ന സമയത്ത് അതിൽ ആൾക്കാർ വന്ന് നമ്മുടെ പ്രൊഡക്റ്റ് എടുക്കുകയല്ലേ വേണ്ടത്, നമ്മുടെ സർവീസ് വാങ്ങുകയല്ലേ വേണ്ടത്. അതിന് നമ്മൾ സൈക്കോളജി യൂസ് ചെയ്യുക എന്നുള്ളതാണ് ബിസിനസ് സൈക്കോളജിയിലൂടെ പഠിക്കുന്നത്. നമുക്ക് മാർക്കറ്റിങ്ങിനും ലീഡ്സിനൊക്കെ വേണ്ടിയിട്ട് ഒരുപാട് എമൗണ്ട് കുറക്കാൻ പറ്റും. നിങ്ങളിപ്പോൾ വന്ന പരസ്യം ഞാനിപ്പോൾ ചെയ്തിട്ട് നിങ്ങളിപ്പോൾ എൻ്റെ മെസ്സേജ് കണ്ടു വന്ന പരസ്യത്തിന് ശരിക്ക് എല്ലാവരും ചെയ്യുന്ന വെച്ച് നോക്കും കോസ്റ്റ് ഓരോരുത്തർ 50, 100, 150 പറയാം. ഞാൻ പല ക്ലാസ്സുകളിലും പങ്കെടുത്തിട്ടുണ്ട്. ഓരോരുത്തരോട് ബിസിനസിൻ്റെ നിങ്ങൾ ആഡ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് എത്രയായിരുന്നു കോസ്റ്റ് വരാറെന്ന് ചോദിക്കുമ്പോൾ ഓരോരുത്തർ അങ്ങനെയാണ് പറയുക. പക്ഷേ എനിക്ക് വന്നത് 8 രൂപയാണ്. മാ കസം, ഹിന്ദിയിൽ പറഞ്ഞു കഴിഞ്ഞാൽ അമ്മ സത്യം എന്നാണ് അതിനർത്ഥം. അമ്മ സത്യം, മാ കസം 8 റുപ്പീസാണ് എനിക്ക് പെർ ലീഡിന് വന്നത്. ഒരു മെസ്സേജ് എനിക്ക് വരാൻ, ക്വാളിറ്റി ഉള്ള ഒരു മെസ്സേജ് വരാൻ വേണ്ടിയിട്ട് എനിക്ക് വന്നത് 8 റുപ്പീസാണ്. ഇതിനു മുമ്പ് ഞാൻ മെന്റലിസം ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് വലിയ കോമ്പറ്റീഷൻ ഇല്ലാത്ത സമയത്ത് എനിക്ക് വന്നത് 5 രൂപയായിരുന്നു. പിന്നീട് അത് കോമ്പറ്റീഷൻ കൂടിയപ്പോൾ ഒരു 15 രൂപ വരെ ഉയർന്നിട്ടുണ്ട്. 5-ന്റെയും 15-ന്റെയും ഇടയ്ക്കുള്ള എമൗണ്ട് എനിക്കത് കിട്ടിക്കൊണ്ടിരുന്നു. ആ സമയത്ത് പോലും പലർക്കും 20, 40, 50 ഒക്കെ രൂപയായിരുന്നു. ബിക്കോസ് ഐ യൂസ് സൈക്കോളജി ടു വൈൽ ഡൂയിങ് വീഡിയോസ്. ആ സൈക്കോളജി എന്താണെന്നൊക്കെ കൃത്യമായിട്ട് ഞാൻ പറഞ്ഞുതരാം. അപ്പോൾ മറ്റൊരു വിഷയമായിട്ട് അടുത്ത ക്ലാസ്സിൽ കാണാം.